രാജൻ സാർ പറയൂ, ഭരതേട്ടനുമായിട്ടുള്ള ഓർമ്മകളെ നമുക്ക് തുടങ്ങാം. ഈ ഭരതേട്ടൻ എന്ന് പറയുമ്പോൾ ഈ ആകെ മറ്റുള്ളവരെ മറന്നു പറയല്ല, മലയാളത്തിൽ ഒരു വയലാറ് പോലെ അല്ലെങ്കിൽ വേറൊരാളെ കമ്പയർ ചെയ്യാനില്ല, നിറഞ്ഞു നിൽക്കുന്നൊരു പ്രതിഭ എന്ന് പറയുന്നത് സാക്ഷാൽ ഭരതനാണ്. നമ്മുടെ സിനിമയുടെ മൊത്തം ഒരു ഗ്രാഫ് നോക്കുമ്പോൾ ഈ ഭരതൻ ടച്ച് ഇല്ലാത്ത മലയാള സിനിമയില്ല. ഞാൻ എൻ്റെ അനുഭവം പറയാണ്. ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന മഹാമനുഷ്യന് പോലും ഭരതേട്ടൻ്റെ ബഹുമാനമായിരുന്നു. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം, അത് പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്തതാണ്. ഈ കാക്കനാടൻ എന്ന് പറയുന്ന വലിയ പ്രതിഭാശാലി, സിനിമയുടെ വലിയ താല്പര്യമൊന്നുമില്ല, കഥയൊന്നും എഴുതാൻ താല്പര്യമില്ലാത്ത ആളാണ്. പറയാവുന്ന അല്പം ലേശം ലഹരിമയമായിട്ടുള്ള ജീവിതമാണ് പുള്ളിയുടെ, വെള്ളമാണ്. അപ്പോൾ പുള്ളി അങ്ങനെ സിനിമയ്ക്ക് താല്പര്യമില്ല. അല്ലാശാനെ വെള്ളം അടിക്കരുത്, അതല്ല, അതായത് ലിറിസിസ്റ്റ് ആണല്ലോ. ആദ്യം സാഹിത്യ രൂപേണയും അത് നിങ്ങളോടല്ല, അതായത് അദ്ദേഹം അത്യം ലഹരിമയമായ ഒരു ജീവിതമാണ്. എന്നെ നോക്കിട്ട് വെള്ളമാണ്. അല്ല, അത് അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. അല്ല, അതെന്താ അറിയാമോ, കൃത്യമായിട്ട് സാഹിത്യം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന കാര്യത്തെ ഒന്നുകൂടി ഉറപ്പിച്ചതാണ്. രസം. അപ്പൊ പത്മനാഭൻ പോലുള്ള പ്രതിഭാശാലികളുണ്ട്, കാക്കനാട് ശിഷ്യന്മാർ, മുകുന്ദൻ, പത്മനാഭൻ, ഒരു ഒ വിജയൻ, ഇതൊക്കെ ശിഷ്യഗണങ്ങളാണ് കാക്കനാട്. ബേബി ചായനാണ് ഗ്രേറ്റ്. ഈ ബേബി ചായൻ ഗ്രേറ്റ് ആണെന്ന് മനസ്സിലായത് ഭരതേട്ടനെ കൂടെയാണ്. അപ്പോൾ ഭരതേട്ടൻ്റെ പടത്തിന് വേണ്ടി ലളിത ചേച്ചിയും പിന്നെ ഈ കാക്കനാടിൻ്റെ ഒരു കഥ കിട്ടാൻ വേണ്ടിയിട്ട് KG ജോർജ്, ലളിത, ഭരതൻ ഇവരെല്ലാം കൂടെ ഇങ്ങനെ വട്ടമിട്ട് പിടിക്കുന്ന ഒരു കാലമാണെന്ന്. അങ്ങനെയാണ് ഈ പാർവതി, അടിയറവ് എന്ന് പറയുന്ന ഒരു നോവൽ പാർവതിയാക്കിയിട്ട് എടുക്കുന്നതും ഭരതൻ അതിൻ്റെ സംവിധായകനാകുന്നത്. അപ്പം ഭരതൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നു. അതിൻ്റെ വളരെ ബ്രീഫായിട്ട് പറയാം. ഈ ഭരതൻ കാക്കനാടൻ സംഗമം തന്നെ അത്ഭുതമാണ്, അരൂക്കുറ്റി എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ കാക്കനാടൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഭരതൻ്റെ ഉച്ചാരണ ശേഷിയിലാണ്. അങ്ങനെ ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർവതി പാട്ടുകൾ ചെയ്യുന്നു. ഓരോ പാട്ടും എങ്ങനെ വേണം, കാക്കനാടൻ ഓരോന്ന് പ്ലാൻ ചെയ്തു. കാക്കനാടൻ്റെ കഥകൾക്കൊക്കെ ഉള്ളൊരു ഗുണം എല്ലാം ഇറോട്ടിക്കാണ്. അതെ, എല്ലാ കഥകളും ഇറോട്ടിക്കാണ്. ഔസേപ്പച്ചറിക്കും അറിയാവുന്നേ ഉള്ളൂ. ഇറോട്ടിക് എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള സാധനമേ വരുള്ളൂ. അപ്പോൾ മ്യൂസിക് ഡയറക്ടറാക്കിയാൽ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ദേവരായ മാഷാണ്, നമ്മുടെ ഗുരു. അപ്പോൾ ദേവരായ മാഷാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇറോട്ടിക് പാട്ടുണ്ടാക്കിയ ആൾ. എന്ന് വെച്ചാൽ 79 ഇറങ്ങിയ മോചനം എന്നുള്ള പടത്തിൽ സ്റ്റാൻലിയ പ്രൊഡ്യൂസ് ചെയ്ത്, തൂവാനത്തുമ്പിയുള്ള പ്രൊഡ്യൂസർ ഇയാളാണ്. ആദ്യം ചെയ്ത പടമാണ് ഈ മോചനം. അതിൽ ഈ സൂര്യൻ ഉദിപ്പിച്ച് വന്ന പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത്. ഇത് ഈ പ്രത്യേക ഘട്ടത്തിൽ പറയാൻ കാരണം ഭരതൻ്റെ പാർവതി എന്നുള്ള പടത്തിലും ഇതേ സിറ്റുവേഷൻ വരികയാണ്, കുറക്കൂടെ ഭീകരമായിട്ട്. അപ്പോൾ ഭരതൻ എന്നോട് പറയാണ്, എടാ നിന്റെ സൂര്യൻ ഉദിപ്പിച്ച പോലൊരു സാധനം വേണമെന്ന് പുള്ളിക്ക് കിടപ്പുണ്ട്. അപ്പൊ ദേവരാജ മാഷ് പോലും അക്സെപ്റ്റ് ചെയ്ത സെക്സ് ആണല്ലോ ഇത്. അത് ഓക്കെ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴോ, യു വോണ്ട് ബിലീവ്, എനിക്ക് ആ ജോൺസനെ കുറിച്ച് എന്താ ഞാൻ പറയേണ്ടത്. ജോൺസൺ ഭരതൻ്റെ മകനാണോ, ഭരതൻ ജോൺസന്റെ മകനാണോ എനിക്കറിയില്ല. സംഗീതത്തിൽ ജോൺസണും ഭരതനും, പിന്നെ ലളിത ചേച്ചി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ പ്രോബ്ലം, അത് പറഞ്ഞാൽ കുഴപ്പമില്ല, രണ്ടുപേരും മരിച്ചു പോയതുകൊണ്ട്. ഞാൻ ഈ സത്യഭാമ, ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. ഒരാളുടെ അടുത്ത് പോകും, മറ്റേ ആൾക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഭരതൻ്റെ വീട്ടിലേക്ക് പോകുന്ന വിവരം ഭരതൻ പറഞ്ഞിട്ട് മറ്റേ ആൾ അറിഞ്ഞു. അദ്ദേഹം മിണ്ടാതെ ഇരിക്കുകയാണ്. ഞാൻ മദ്രാസിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ടേ ഇങ്ങോട്ട് വരുമെന്നാണ് ധാരണ. ഈ മറ്റവൻ അറിയരുതെന്ന് വെച്ചിട്ടാണ്, രുക്മിണി അറിയണ്ടെന്ന് വെച്ച് രുക്മിണിയെ അറിയിക്കാതെയാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്ന് ഇരുന്നപ്പോൾ തന്നെ അയാളുടെ ഫോൺ, എന്നോട് പറയാതെ നീ ഭരതൻ്റെ അടുത്ത് പോയി അല്ലേ? ആരാണ്? ഡയറക്ടർ മോഹൻ. അപ്പോൾ മോഹനും ഭരതനുമാണ് നമ്മുടെ രണ്ട് കണ്ണുകൾ. അപ്പോൾ ഭരതൻ പറഞ്ഞു, നീ അവനോട് പറഞ്ഞിട്ട് പോരുന്ന. അവന് ഞാൻ വല്ല കാര്യമുണ്ട്, വിളിച്ചറിയിക്കേണ്ട വല്ല കാര്യമുണ്ട്. അങ്ങനെ ഈ പാട്ട് അവിടെ ചെയ്യാൻ പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഈ പാവപ്പെട്ട ജോൺസണും അദ്ദേഹത്തിൻ്റെ ഒരു തബല വായിക്കുന്ന ഒരു പയ്യനും, പേരെനിക്ക് ഇങ്ങനെ വരുന്ന, പേടിച്ചാണ് വരുന്നത്. പുള്ളിയും രുക്മിണി സത്യമായ പ്രശ്നമുണ്ട് പുള്ളിക്ക്. പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളിയും പതുക്കെ വന്ന് അടുത്തിരിക്കുന്നു. ലളിത ചേച്ചിക്ക് സംഭവം നേരത്തെ അറിയാം. അപ്പോൾ അവിടെ വന്നിരിക്കുന്നു. ഇരുന്ന് കഴിഞ്ഞ് ഭരതൻ വളരെ കൂളായിട്ട് ചോദിക്കുന്നു, നീ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞിങ്ങനെ
പെട്ടെന്ന് നീ എന്നാ അങ്ങേരെ ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു. ഈ അങ്ങേരെ എന്നുള്ളത് ജോൺസൺ അറിയില്ല ആരെയാണെന്ന്. അപ്പോൾ ജോൺസൺ ആരെയാണെന്ന്, ദേവരായ മാഷ് വിളിച്ചിരുന്നു. ദേവരായ മാഷ് അസിസ്റ്റന്റ് ആണല്ലോ പുള്ളി. ജോൺസേട്ടൻ പറയാതെ വന്നിരിക്കുക, ആദ്യത്തെ പടം ട്യൂൺ ചെയ്യുക. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നു. അപ്പോൾ അവിടുന്ന് പുള്ളിയുടെ ഡയലോഗാണ്, ഇത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. ഇതാ ഭംഗിയായിട്ടൊക്കെ ചെയ്യണം കേട്ടോ, ഗുരുത്വദോഷം വാങ്ങിക്കരുത്, ഉപദേശിക്കുകയായിരുന്നു. അത് പറയാതെ വെട്ടിച്ചു വന്നതാണ് പുള്ളി. പുള്ളിയുടെ രണ്ടാമത്തെ പടമാണ്. ആദ്യത്തെ പടം ചെയ്തെങ്കിലും റിലീസായിട്ടില്ല. രണ്ടാമത്തെ പടമാണിത്. ആ ദുഃഖത്തിൽ അപ്പൊ ഭരതിന്റെ ഡയലോഗ്. അപ്പൊ ഞാനൊരു ഗുരുദോഷം കഴിഞ്ഞിട്ടിരിക്കുക അവിടെ, മോഹനോട് പറയാതെ വന്നിരിക്കുക. ഇവന്മാർക്കൊക്കെ ഈ കള്ള വിദ്യകളാണ്, രണ്ടും തൃശ്ശൂരിൽ നിന്നല്ലേ വരുന്നത്. ജോൺസൺ എവിടെയാണ്? ഞാൻ പറഞ്ഞ അതുകൊണ്ടില്ല, മോഹന് അങ്ങനെ ചെറിയൊരു കോംപ്ലക്സ് ഉള്ള ആളാണ്. അത് കോംപ്ലക്സ് ഒന്നുമില്ല, നിന്റെയാണ് കോംപ്ലക്സ്. അത് പോട്ടെ, നമുക്ക് ആ ഇറോട്ടിക് സോങ്ങിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞിട്ട് ഇനിയാണ് അത്ഭുതം. ഞാൻ ഉദ്ദേശിച്ചു ഈ ഭരതനാണ് ജോൺസനാണ്. അപ്പോൾ മ്യൂസിക് വരുന്ന ഏത് ഭാഗത്തും നമുക്ക് അറിയില്ല. ഞാനും കുറച്ച് മ്യൂസിക് ഉള്ളതുകൊണ്ട് ഏത് ഭാഗത്തും നമുക്ക് അറിയില്ലല്ലോ. മാത്രമല്ല കാക്കനാടിന്റെ സബ്ജക്റ്റും സൂര്യൻ ഉദിച്ചേ പറ്റുള്ളൂ. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ അതിനൊക്കെ കുഴപ്പം. അപ്പൊ ഞാൻ ആലോചിച്ചു ജോൺസണ് വല്ലതും തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ ഭരതന്റെ ഡയലോഗാണ്, അവനല്ല ഞാനാ ഡയറക്ടർ. ഫസ്റ്റ് ഡയലോഗ് നേരത്തെ ആരോ പറഞ്ഞല്ലോ, ഞാനാണ് ഡയറക്ടർ, എനിക്കാണ് തോന്നുന്നുണ്ടെന്ന്, അവനല്ല എന്ന്. മറ്റേയാൾ കുറച്ചുകൂടെ, ജോൺസൺ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, ആകെപ്പാടെ തെറ്റ് കാണിച്ച് വന്നിരിക്കുക, ദേവരായ മാഷ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എടാ നീ മറ്റേ ആ സൂര്യൻ ഉദിച്ച പോലല്ല, അത് കുറച്ച് ലാഘവത്തിലാണ് ഉദിച്ചത്, കുറച്ച് ലാഘവത്തിലാണ് ഉദിച്ചത്, സ്പീഡിൽ ഉദിക്കണം സൂര്യൻ. കാരണം ഇത് കുറച്ചുകൂടെ സ്പീഡിലുള്ള പ്രണയമാണ്, പ്രണയമല്ല, ഒരു താത്വിക ബന്ധമാണ്, ഒരു ഫിലോസോഫിക്കൽ. അത് സ്പീഡിൽ വേണമെന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ സംസ്കാരം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നത്, സ്പീഡിലുള്ള ഒരു സംയോഗമാണ് നടക്കുന്നത്, ഇന്റൻസിറ്റി. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ സൂര്യനെ വിട്ടു. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി കുറുനിരകൾ, പിന്നെ സ്പീഡിനെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഇമേജറി, മഴ. ഓക്കെ ശരി ഭരതേട്ടാ, ഈ മഴ എന്നൊക്കെ പറയാമെന്ന് ചോദിച്ചു. നീ എന്ത് വേണേ പറഞ്ഞോ, എനിക്ക് സാധനം നന്നായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു കുറുനിരയോ മഴ മുകിൽ നിരയോ. അപ്പൊ ഭരതേട്ടൻ 3 മഴ വേണ്ട, 2 മഴ മതി. ഇങ്ങനെ പെട്ടെന്ന് അതിന്റെ അളവ് നോക്ക്. അപ്പം മറ്റവനെപ്പോഴത്തേക്കും പിടിച്ചു കഴിഞ്ഞു അപ്പുറത്ത്. അവന് കുറുനിരയോ മഴ മുകിൽ നിരയോ, അത് വലിയ കുഴപ്പമില്ല. പിന്നെയും കുറച്ച് സാധനം വരട്ടിരുന്നു പുള്ളി പറയാം, അതുപോലുള്ളത്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ കുറുനിരയോ മഴ മുകിൽ നിരയോ, കുനു ചിഗുരമദന ലാസ്യലഹരിയോ. ജോൺസൺ അലർട്ടാവുന്നു, ഭരതൻ ജസ്റ്റ് ഒന്ന് മൂളുന്നു. വണ്ട് മൂളുന്ന പോലെ ആയിക്കോട്ടെ എന്നൊക്കെ പുള്ളി പറയുകയും ചെയ്യുന്നു. വണ്ടിന്റെ ഒരു മൂളലുണ്ടല്ലോ. ഇപ്പൊ പത്മരാജൻ ഭരതൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ ജയരാട്ട, പത്മരാജൻ ഭരതൻ കഴിഞ്ഞാല് MT വാസുദേവൻ നായർ സാർ ഭരതൻ കോമ്പിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ലോഹിതദാസ് സാർ ഭരതൻ സാർ എന്ന് പറയുന്നിടത്തും ഉണ്ട്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ജോൺ ബോൾ ഭരതൻ എല്ലാ കോമ്പിനേഷനുകളിലും ഗംഭീരമായിട്ടുള്ള സിനിമകളാണ്. നമ്മളിനി വീണ്ടും വന്ന മാളൂട്ടി എന്ന് പറയുന്ന ഒരു പടം, ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പടം ഹിറ്റാകുമ്പോൾ വീണ്ടും നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു ഇപ്പൊ ഇത്ര സൗകര്യങ്ങൾ, അന്ന് അത്രയും സാങ്കേതിക തികവിൽ മാളൂട്ടി പോലൊരു പടം ഒരുക്കിയിരിക്കുന്നു. പാഥേയം എന്ന് പറയുന്ന നേരത്തെ സാറ് പറഞ്ഞ നമ്മുടെ MDR സാറ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, മലയാളത്തിൽ വയലാറ് പോലെയാണ് ഭരതേട്ടൻ എന്ന് പറഞ്ഞല്ലോ. ഭരതേട്ടൻ എന്ന സംവിധായകനെ സ്പർശിക്കാതെ, അദ്ദേഹത്തിന്റെ സ്വാധീനമില്ലാതെ മലയാളത്തിൽ ഒരു ചലച്ചിത്ര പരീക്ഷണവും നടക്കില്ല. സത്യമാണ്, അതാണ് കോൺട്രിബ്യൂഷൻ. ഇവരെല്ലാം വളരെ ലെജൻസ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരും. നമ്മളിപ്പോൾ ഈ പറഞ്ഞു പോകുന്ന പേരുകളെല്ലാം വളരെ ലെജൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ എന്നൊക്കെ പറയുന്ന വളരെ വലുതാണ്. പക്ഷെ ഞാൻ ഇതിനിടെ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇവർ തമ്മിലൊക്കെ ഓക്കെ, പക്ഷെ ഒരു പുതിയ നടൻ അയാൾ 2-3 പടമായിട്ടുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ തന്നെ മഹാനായ MT വാസുദേവൻ നായരുടെ കയ്യിൽ നിന്നും പട്ടും വളയും വാങ്ങിച്ച ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പട്ടും വളയും കിട്ടിയ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്.
അത് അറിയോ? ആ കഥ അറിയോ? എനിക്ക് അത് അറിയില്ലേ അത്? ആ, അത് പറയാൻ വൈശാലിയിലെ രാമപാദന്റെ ക്ലൈമാക്സ് സീനിലെ സംഭവം. അല്ല ആ റോഡ് തന്നെ പട്ടുമ്പളയല്ല. ഇത് അതിനപ്പുറമുള്ളൊരു പട്ടുമ്പളയുണ്ട്. അല്ല, റോള് കിരീടമാണ്, പൊൻകിരീടം. മറ്റത് പട്ടും ഇത് പട്ടും വളയും വരും. ആ, വലിയൊരു സൗഭാഗ്യമാണ് അങ്ങനെ ഒരു റോളൊക്കെ നമുക്ക് വന്നു ചേരുക. അത് തന്നെയല്ല പുള്ളിയുടെ മനസ്സിലുള്ള ഫ്രെയിമിന്റെ കാര്യം പറയുമ്പോഴാണ് ടോണുകൾ. ഇന്നൊക്കെയല്ല നമ്മൾ പല ടോണുകളും പിടിക്കുന്നത്. ഇത് അന്ന് പുള്ളി മധുവേട്ടനോട് പറഞ്ഞു, മധു എനിക്ക് 3 ടോൺ വേണം പടത്തിൽ. അത് ഒന്ന് വരൾച്ചയുടെ ടോൺ, ഒരു യെല്ലോ ടോൺ വേണം, പിന്നെ തേക്കടിയിലെ ആ പച്ച ഒരു ഗ്രീൻ വേണം, പിന്നെ അവസാനം മഴയുടെ ഒരു ടോൺ, അത് ബ്ലൂ വേണം. മധു നമുക്ക് ചെയ്യാം. ആ ഒരു ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത സമയം കേട്ടോ. അതെ 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 ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത ഷൂട്ട് ചെയ്യുമ്പോഴേ പിടിച്ചോണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ. ആ, ഇത് പറ, പട്ടും വളയും പറ. പട്ടുമ്പളയും അതെ ഈ സംഭവം പറയാം. അപ്പോൾ ഒരു 20 ദിവസത്തെ ഷെഡ്യൂളായിരുന്നു ആ കൊട്ടാരത്തിൻ്റെ സംഭവങ്ങൾ മുഴുവൻ. 20 days അവർ പ്ലാൻ ചെയ്തു. അപ്പോൾ ഈ 20 days ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വേഷമൊക്കെ ഇട്ട് ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ ഭരതേട്ടൻ എന്നോട് പറയും, അത് നീ ആരും പറയുന്നത് കേട്ടോ, നീ അങ്ങോട്ട് ചെയ്യേ, 2-3 പ്രാവശ്യം നടന്ന് കാണിക്കാനൊക്കെ പറയും. അതൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പം MT ഒന്നും മിണ്ടുന്നില്ല, MT സാർ ഒന്നും മിണ്ടുന്നില്ല. ഈ പുള്ളിയെ കാണുമ്പോഴേ എനിക്ക് ടെൻഷനാണ്. ഇത്രയും വലിയൊരു മഹാനായ ഒരു മനുഷ്യൻ എഴുത്തുകാരൻ ഇങ്ങനെ നിൽക്കും, പുള്ളി ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ മീശ ഇങ്ങനെ നോക്കും. ഈ നോട്ടം കാണുമ്പോഴും നമ്മുടെ കംപ്ലീറ്റ് ഗ്യാസ് പോകും. അപ്പോൾ ഈ ഓരോ സീൻ എടുക്കുമ്പോഴും MT സാർ ഈ ക്യാമറയുടെ പുറകെ വന്നിരിക്കും. അപ്പം ഞാൻ എൻ്റെ പൊന്നെ ഈ മനുഷ്യനെ ഒന്ന് പറഞ്ഞു വിടെ, എനിക്ക് മര്യാദയ്ക്ക് അഭിനയിക്കാമല്ലോ. പുള്ളി അവിടെ നിൽക്കും, ഇങ്ങനെ നിൽക്കും, ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ 20ാമത്തെ ദിവസം 20 days ഒരു ഗുഡ് മോർണിംഗോ ഒരു ചിരിയോ ഒന്നും എൻ്റെ ഇതിലില്ല. നമ്മളത് പ്രതീക്ഷിക്കുന്നുമില്ല. നമ്മളൊരു പുതിയ ഒരാൾ വന്നു. അതെ, മിണ്ടായിരുന്ന സ്വസ്ഥമായിട്ട് അടുക്കുന്നില്ല നമ്മൾ. അതെ, 20ാമത്തെ ദിവസം നമ്മൾ ക്ലൈമാക്സ് എടുക്കുകയാണ്. അപ്പം മഴ പെയ്തു. അപ്പം ഈ ആർട്ടിഫിഷ്യൽ മഴയുടെ കൂട്ടത്തിൽ ഒറിജിനൽ മഴയും കൂടെ പെയ്തു. അപ്പോഴത്തേന് വൈകിട്ട് ഒരു 6 മണിയായി, സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. ആ ഷോട്ടിൽ എടുത്ത് അന്ന് ഷൂട്ടിങ് കഴിയാൻ മൈസൂർ ഒറിജിനൽ മഴ പെയ്യാന്ന് പറഞ്ഞ ഈ യാഗത്തിന്റെ നമ്മളൊരു സോമയാഗം നടത്തുന്നതിന്റെ എല്ലാ തരത്തിലുള്ള കൂട്ടുകളും ചേർത്തുകൊണ്ടാണ് അവിടെ യാഗം നടത്തി. ഒറിജിനൽ യാഗാണ് അത്. ശരിക്കും അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ആ ഡിവൈൻ പവർ. അല്ലേ തന്നെ മൈസൂരൊക്കെ തണുപ്പാട്ടോ, ഇത് വിത്തൗട്ട് ഷർട്ടാ നിൽക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാനത്തെ ഡയലോഗ് വന്നു 6 മണിയായി, കാരണം അന്ന് ഷൂട്ടിങ് തീർക്കണം, പിന്നെ നെക്സ്റ്റ് ഡേ ഷൂട്ടിംഗ് ഇല്ല, എല്ലാം പാക്കപ്പ് ചെയ്ത് പോകണം. അപ്പോൾ ഇത് തീരുമെന്നാണ് എല്ലാവരുടെയും ഉദാഹരണം. അപ്പോൾ അവസാനത്തെ ഡയലോഗ് ഈ രാജീവും രാജകുമാരി എല്ലാം ഋഷിശൃംഖല സമർപ്പിക്കുന്നു എന്നുള്ളൊരു ഡയലോഗ് ഇങ്ങനെ നെടുനീളം കൊണ്ട് പറയണം. എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുനിയാൻ പാടില്ല, വളയാൻ പാടില്ല, ഇങ്ങനെ നോണം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തെ ഈ തണുപ്പ് കാരണം കൊണ്ട് ഈ രാജ്യത്തെയും 5 ടേക്കായി 6 ടേക്കായി ലൈറ്റ് പോകുന്നു, ഒരു രക്ഷയില്ല. എനിക്ക് എല്ലാവർക്കും ടെൻഷനായി. അപ്പോഴത്തേന് ഞാൻ പിന്നെ അന്നേരം ബ്രദറും പറഞ്ഞാടാ നീ ഒരു 1 minute ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേന് പുറയുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെ തട്ടി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് പുറകെ ഞാൻ എൻ്റെ അമ്മ അവിടെ നിന്നാൾ ഇവിടെ വന്നോ, ഇതെങ്ങനെ എത്തി പുറകെ. അപ്പം എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാനിങ്ങനെ കൈ കിടക്കിടന്ന് നോക്കിയാൽ പുള്ളിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് നിറച്ച് റം ഇരിക്കുക. എന്നിട്ട് അടുത്ത ആക്ഷൻ അപ്പോഴും ഡയലോഗ് ഇല്ല. അതായത് റമ്മ് കൊടുത്തിട്ട് ഞാനിപ്പോ ആരെ പിടിച്ച ഊര് കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുക. അന്നേരം മേടിച്ചു കംപ്ലീറ്റ് ആൾക്കാർ നിൽക്കല്ലേ. അതായത് രാജ്യത്തിനും രാജാവിനും വെള്ളം കിട്ടി അന്നത്തെ. രാജാവ് അത്രയും ദിവസം വെള്ളം അടിക്കാതിരിക്കുകയായിരുന്നു. ഫയർ എഞ്ചിന് വെള്ളടി, രാജാവ് വെള്ളടി, ഒറിജിനൽ വെള്ളമടി. ഓ അതന്നെ പറഞ്ഞത്, മറ്റേ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതെ, അപ്പൊ അടിച്ച് കറക്റ്റായിട്ട് ഡയലോഗും പറഞ്ഞു. അപ്പൊ ഓരോരുത്തരുടെ സമയോചിതമായ ഇടപെട്ട ഡയലോഗ് എന്ന് പറഞ്ഞേ ഞാനിപ്പോ ഓർക്കുന്നില്ല ഫുള്ള്. അതിൽ റമ്മ് കൊടുക്കുവാണേലും MT സാറ് റമ്മ് കൊടുത്ത് പറയിച്ച് ഡയലോഗ് ചേരായിട്ടും വെറുതെ ലോകത്തിൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ആ കൈകളിൽ നിന്ന്. കാതോട് കാതോരം ചെയ്യുമ്പം അതിന്റെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് വരികയാണ്, ചെയ്യുകയാണ്. അതിലാദ്യം കമ്പോസ് ചെയ്തത് ഏതാണ്? ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ജീവിതത്തിൽ ചെയ്ത പാട്ട് നീയൻ സർഗസൗന്ദര്യം. ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇത് പാട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ആരവം തൊട്ട് ഈണം തൊട്ടുള്ള ബന്ധമുണ്ട്. അപ്പം ഇത് ഇങ്ങനെ എന്നോട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇത് കഥ എനിക്ക് അറിഞ്ഞുകൂടാ, ആരാണ് അഭിനയിക്കുന്നത് അറിഞ്ഞുകൂടാ, പടത്തിൻ്റെ പേര് മാത്രം കാതോട് കാതോരെന്നറിയാം. അങ്ങനെ ശരി എന്ന് പറഞ്ഞു. അന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ വേവലാതി ടെൻഷൻ അവിടെ പോയിട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാം, പരിചയമില്ലല്ലോ. എനിക്ക് സംഗീത സംവിധാനത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാനപ്പോൾ
പാടാനും അറിഞ്ഞൂടാ. പാടാൻ മീൻസ് പാട്ട് പാടും, ലിറിക്സ് ഉണ്ടെങ്കിൽ പാടും. ഇത് ലിറിക്സ് ഇല്ലല്ലോ, എന്ത് പാടും അറിഞ്ഞൂടാ. അപ്പം നേരെ എൻ്റെ കയ്യിൽ സാധനം ഉണ്ടല്ലോ അന്നെന്നൊക്കെ പറഞ്ഞാൽ പറന്ന് വയലിൻ വായിച്ച് നടക്കുന്ന കാലം. ഞാനുണ്ട്, നമ്മുടെ പഴയ ഗിറ്റാറിസ്റ്റ് ഇല്ല മരിച്ചുപോയി, ജോൺ ആൻ്റണി. പുള്ളിയോട് പറഞ്ഞു ഗിറ്റാർ വായിക്കാൻ പറ. പുള്ളിയുടെ ഒരു ഗിറ്റാറും ഇതും ഒരു ചെറിയ ചുവന്ന ടേപ്പ് റെക്കോർഡറിൽ ഒരു ട്യൂൺ വായിച്ചു. അതാണ് നീയൻ സർഗ സൗന്ദര്യത്തിന്റെ ട്യൂണാണ് വയലിനിൽ വായിച്ചത്. അതെ, അതിലോട്ട് കടക്കണം. അതിലോട്ട് കടക്കാം. അത് കേൾക്കാതെ ഇനി മുന്നിലേക്ക് ഒരടി നമുക്ക് നീങ്ങാൻ പറ്റും. റെഡി ആയിക്കോട്ടെ. അതെ, അത് ONV സാറ് കവിത എഴുതി തന്നിട്ട് ട്യൂൺ ചെയ്ത് അങ്ങനെ അല്ല, ആദ്യം ട്യൂൺ ഉണ്ടാക്കി. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ലതിക ചേച്ചി പാട്ടുകാരി വരുന്നത് അത് കാതോട് കാതോരം അതിൽ തന്നെ ആദ്യമായിട്ടല്ല, അവർ അതിനു മുമ്പ് എന്തൊക്കെയോ പാടിയിട്ടുണ്ട്. പക്ഷെ അവർ ഫേമസ് ആയത് കാതോട് കാതോട് എന്ന് പറയുന്ന പാട്ടിലാണ്. നമുക്ക് നീയൻ സർഗ ഒരു വരി ഞാൻ കാരണം അത് ആ വയലിനിൽ വായിച്ചതൊക്കെ ഒരു നിമിത്തമാണ്. അതാണ് വയലിനിൽ വായിക്കുക, അത് വയലിനിൽ വായിക്കേണ്ട പാട്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ ഗതി കേട്ടിട്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. ചരിത്രങ്ങളാണല്ലേ ഞാൻ അന്ന് വായിക്കുന്നത്. അപ്പൊ ജോൺ ആന്റണി എൻ്റെ ഭാര്യയുണ്ട്, കേട്ട് കുഴപ്പമില്ല വയലിനിലേക്ക് ഒരു ട്യൂൺ. ഇതുകൊണ്ട് ഭരതേട്ടന് കൊടുക്കുന്നു 2 മാസം 2-3 അല്ല 6 മാസത്തേക്കൊരു വിവരമില്ല. അപ്പൊ ഞാനത് പോയി എന്ന് വിചാരിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസിന് കുറച്ച് ഡിലേ വന്നതാണ്. വിളിച്ചിട്ട് പറഞ്ഞു പാട്ട് കമ്പോസിങ്ങിന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ നമ്മുടെ മോഹൻ, 7 ആർട്സ് മോഹൻ, പുള്ളിയുടെ വലിയ വിളിച്ച് പറഞ്ഞു ചെയ്യുന്നതാ. പറഞ്ഞു അടുത്ത പാട്ടെന്ന് പറയുന്നത്, അടുത്ത പാട്ട് കമ്പോസ്. അപ്പം ഞാൻ ആദ്യത്തെ പാട്ട് ഏതാ? അതന്ന് നീ വായിച്ച പാട്ട് തന്നെയല്ലേ അതിൻ്റെ പാട്ട്, അതിൻ്റെ അപ്പുറത്തേക്കൊരു പാട്ടില്ലടാ, അതാണ് പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. പ്രണയം, അതിൻ്റെ നഷ്ടപ്രണയം എന്ന് പറയുന്നതെല്ലാം വളരെ ഭംഗിയായിട്ട് ഇപ്പം അമരമെടുത്താൽ ഒരു നഷ്ടപ്രണയം അതിന്റെ അകത്ത് കിടപ്പുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ളൊരു നഷ്ടപ്രണയം അതിനകത്ത്. എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ എന്ന് പറയുന്നത് തന്നെ ആ ബന്ധമാണ്. ആ അച്ചൂട്ടിക്ക് ആ ചിത്രയുടെ ക്യാരക്ടറിനോടുള്ള ഒരു പ്രണയമാണ്. ഇനി അവിടെ നിന്ന് നമ്മൾ എടുത്താൽ ദേവരാഗത്തിലെത്തിയാല്, ദേവരാഗത്തില് അതിന്റെ ഈ ശൗണ്ടിച്ചോറ് ഉണ്ണാൻ വരുന്ന സീനുകളിലോട്ടൊക്കെ എത്തുന്ന ഒരു സ്ഥലത്തേക്ക് അന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വലിയ പ്രണയത്തിന്റെ, തീവ്രമായ ഒരു പ്രണയത്തിന്റെ നഷ്ടം അതിനകത്തുണ്ട്. അതിന്റെ വരികളുടെ ഒരു എഴുത്ത് എങ്ങനെയായിരുന്നു? അതിലൊക്കെ എന്തായാലും AVM ജിയിൽ വെച്ചാണ് ഇതിന്റെ വർക്ക് നടക്കുന്നത്. അപ്പൊ യൂഷ്വലി ജോൺസൺ ആണല്ലോ അദ്ദേഹത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. ജോൺസൺ അല്ല ഇത്തവണ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിഷമമായി. ദേവരായ മാഷാണോ എന്ന് വിചാരിച്ചു. പിന്നെ ദേവരാഗമാണല്ലോ സംഭവം. അപ്പോൾ പുള്ളിയുടെ മറുപടി, അവനൊന്നുമല്ല, നീ ഇങ്ങ് പോര്. അപ്പോൾ ഈ വരുന്നയാൾ അത്ര പ്രാധാന്യമില്ലാത്ത ആളെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ചെന്നപ്പോൾ കറക്റ്റാണ്. ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നു, ഒരു സന്യാസി പോലെ. മ്യൂസിക് ഡയറക്ടറാണ്. ഭരതേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. AVM G ആണ്. തൊട്ടപ്പുറത്ത് ജോൺസന്റെ സാക്ഷ്യം എന്നുള്ള പടമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ചെറിയ സംഭവം പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. ആർക്കും അറിയാത്തൊരു രഹസ്യം കൂടാണത്. ഞാനിവിടെ അമൃത TV മാത്രം പറയാൻ പോകുന്നു. ഞാൻ ഈ ദേവരാഗത്തിനും സാക്ഷ്യത്തിനും, ആകാശവാണി ജോലിയാണല്ലോ, ലീവില്ലല്ലോ, 2 ഒരുമിച്ചാണ് നമ്മൾ റെക്കോർഡിംഗ് പ്ലാൻ ചെയ്യുന്നത്. AVM Gയിൽ 7 പാട്ട് ചെയ്യണം. ആര്? ദേവരാഗത്തിനുള്ളിൽ ഭരതൻ്റെ കൂടെ. AVM Cയിൽ ജോൺസൺ തയ്യാറായിട്ടിരിക്കുന്നു. മോഹന് വേണ്ടി സാക്ഷ്യത്തിന് 3 പാട്ട്. ഇത് 3 അന്നുണ്ടാക്കണം. ഞാൻ തീവണ്ടിയിൽ അങ്ങോട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വണ്ടിക്കകത്ത് വന്ന് കയറുന്നു, ഒരു സാധാരണ മനുഷ്യൻ, ചെറുപ്പക്കാരൻ. അയാൾ വന്ന് എന്നോട് പറയുന്നു, സാർ ഇങ്ങനെ ഞാൻ പത്രത്തിലൊക്കെ കണ്ടു 2 പടത്തിന് ഒരുമിച്ച് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഭരതൻ്റെ പടത്തിലോ മോഹന് വലിയ ആഗ്രഹമാണ് ഈ 2 പടങ്ങളും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പടത്തിൽ എനിക്ക് ഒരു പാട്ട് എഴുതാനുള്ളൊരു പാട്ട് എഴുത്തുകാരനാണ്, ഒരു ചാൻസ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി പറയാം എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. അപ്പം തന്നെ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ ഭരതേട്ടൻ അറിയാമല്ലോ, ഭരതേട്ട ഇങ്ങനെ ഒരു ആൾ വന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാ പാട്ടും ഞാൻ തന്നെ എഴുതണ്ട, ഒരു പാട്ട് നിൻ്റെ അമ്മാവനാണോ എഴുതാൻ പോകുന്നയാൾ? ഞാൻ പറഞ്ഞു അമ്മാവനല്ല. നിന്നോട് എഴുതാൻ പറഞ്ഞാൽ നീ എഴുതിയാൽ മതി, നോ റെക്കമെൻഡേഷൻ എന്നുള്ള അർത്ഥം വന്നു, നിർത്തി. മോഹനാണ് ആ ചോദ്യത്തിൻ്റെ പ്രശ്നം ഒതുക്കുന്നില്ല. ഇങ്ങനെ അയാളോട് പറഞ്ഞു അത് ശരിയാവില്ല. അയാൾ നിരാശനായിട്ട് ദുഃഖിതനായിട്ട് അവിടെ നിന്ന് തന്നെ പോവുകയും ചെയ്തു. ഞാൻ ഈ പാട്ടുകളൊക്കെ ചെയ്തു. ഈ ചോദിച്ചയാളിൻ്റെ പേരാണ് ഗിരീഷ് പുത്തഞ്ചേരി. അപ്പോൾ ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം മോഹൻ്റെയും ഭരതൻ്റെയും പടത്തിന് എഴുതാന്നുള്ളതായിരുന്നു. ഭരതൻ നിരാകരിക്കാനുള്ള കാരണം, ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ, തെലുങ്കനുമാണ്.
മലയാളം അറിഞ്ഞുകൂടാ. ഇവനെ വെച്ച് ഡീൽ ചെയ്യുമ്പോൾ വേറൊരു പാട്ടെഴുത്തുകാരനെ കൂടെ കൊണ്ടുവന്നാനുള്ള ബുദ്ധിമുട്ടാണ് പുള്ളി ആലോചിച്ചത്. അങ്ങനെ ഗിരീഷിൻ്റെ ആ ചാൻസ് ആരോ തട്ടിക്കളഞ്ഞു. ഭരതേട്ടനല്ല, ആരോ തട്ടിക്കളഞ്ഞു. അതിന് ഗിരീഷ് എങ്ങനെ പ്രതികാരം വീട്ടിയെന്നറിയാമോ? ഞാൻ ചെയ്യേണ്ട മോഹൻ്റെ ഒരു പടത്തിന് ആദ്യമായിട്ട് പാട്ട് എഴുതിയിട്ട് അവാർഡ് മേടിച്ചു. ആ. മോഹൻ്റെ ഒരു പടം പോട്ടെ, അതിൻ്റെ ഇങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ AVM-Gയിൽ അവിടെ ചെന്നിരിക്കുന്നു. ഇരുന്ന് ഭരതം പറയുന്നു ഇതാണ് ആള്. അപ്പോൾ പുള്ളി എന്നെ തൊഴുതു. അപ്പോൾ തെലുങ്കൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക എങ്ങനെ ഇത് ഡീൽ ചെയ്യുമെന്നുള്ളത്. ആദ്യ രോമഹർഷവും അങ്കുലീയ പുഷ്പവും എങ്ങനെയോ ഒരു വരി കെട്ടി ഗുരുവായൂരപ്പം കൊണ്ട് തന്നതായിരിക്കും. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി ഭരതന്. ഈ തെലുങ്കനും ഇഷ്ടമായി. മിക മലയാളം പറയുന്നത് എനിക്ക് അറിഞ്ഞൂടെ, കുറച്ച് മലയാളം അറിയാവുന്നതിനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു വളരെ പുതിയ ചില പിള്ളേർ ഇത് ഡിജിറ്റലി കാണുവേ. ഈ തെലുങ്കൻ ബാഹുബലിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ കീരവാണിയാണ് കേട്ടോ. അല്ല, ഓസ്കാർ അവാർഡ് കിട്ടിയ കീരവാണിയാണ് അവിടെ ഇരിക്കുന്ന തെലുങ്കൻ. ഓക്കെ, ഇനി പറഞ്ഞോളൂ. കീരവാണി എന്നുള്ള ആള് ഭരതനിലൂടെ പൊങ്ങി വന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ തെലുങ്കൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് എനിക്ക് ആദ്യ രോമഹർഷവും ഭരതന് വലിയ ഇഷ്ടമായി. രോമഹർഷം, ആദ്യ രോമഹർഷവും അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം സംഭവം നടക്കുന്നതേ ഊട്ടിയതോ ഒരു വിശദീകരിക്കേണ്ട അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ ട്യൂൺ കറക്റ്റായിട്ട് വരുന്നു. പിന്നെ പടപടാന്ന് ആ പാട്ടങ്ങ് തീരുകയാണ്. അടുത്ത പാട്ട് അതുപോലെ. ഇന്ദ്രിയങ്ങളിൽ ശൈത്യ നീലിമ, സ്പന്ദനങ്ങളിൽ രാസചാരുത. ഇന്ദ്രിയങ്ങളിൽ ശൈത്യ നീലിമ, സ്പന്ദനങ്ങളിൽ രാസചാരുത, മൂടൽ മഞ്ഞല നീട്ടിശയ്യകൾ, ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ, ശിശിരകാല. അപ്പൊ പുള്ളി പ്രത്യേകം എന്നോട് പറയുന്നു ഭരതേട്ടൻ നിന്റെ മറ്റവനെ ഉദ്ദേശിച്ചല്ലോ എന്ന്. ഏത്? വിരിഞ്ഞു മോഹനങ്ങൾ. സത്യഭാമയായിട്ടുള്ള ബന്ധം പുള്ളിക്ക് അറിയാം. മോഹനല്ലല്ലോ, ഇത് മോഹനങ്ങളല്ലേ. അങ്ങനെ തമാശയുണ്ടായി. അങ്ങനെയാണ് ആ പാട്ടുണ്ടാവുന്നത്. അടുത്ത പാട്ടിലേക്ക് അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ ഓസ്കാറിനെ പുള്ളി ശരിയാക്കിയത്. കാരണം പുള്ളി ട്യൂണും കൊണ്ടിരിക്കുന്നു, ട്യൂൺ വരുന്നില്ല. ബ്രാഹ്മണ കല്യാണമാണ്. ഈ കല്യാണം അവതരിപ്പിക്കേണ്ട ട്യൂൺ പുള്ളിക്ക് കിട്ടുന്നില്ല കീരവാണിക്ക്. കീരവാണി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഭരതേട്ടനാണ് അക്ഷമ, 7 പാട്ടൊന്നും ഉണ്ടാക്കണം. അപ്പുറത്ത് ഡേവിഡ് കാച്ചപ്പള്ളിയും മോഹനും. അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭരതേട്ടൻ ഇങ്ങനെ എണീറ്റിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, മൗണ്ട് റോഡ് വരെ പോകാമെന്ന്. എന്നോട് ഞാനും പുള്ളിയും കൂടെ മൗണ്ട് റോഡിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് പുള്ളി എന്നോട് പറയാണ് എടാ അവൻ ആ കല്യാണം ശരിയാവുമെന്ന് തോന്നുന്നില്ല. അവിടെ വെച്ച് പറയാൻ പറ്റില്ല കീരവാണിയോട്. അതുകൊണ്ട് എന്നെ പുറത്തിറക്കി മൗണ്ട് റോഡിലേക്ക് ഇപ്പൊ വരും. വേറൊന്നും ഇതിനകത്ത് ഒരു നിർണായക ഘടകമുണ്ട്. വാസ്തവത്തിൽ കഷ്ടമാണ്, പറയാൻ നിവൃത്തിയില്ല. ഒരു നിർണായക ഘടകം കാറിന്റെ ബാക്കിൽ കിടപ്പുണ്ട്, അത് ഉറങ്ങുകയാണ്. എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് മണി ഷൊർണൂർ, അത് ഉറക്കമാണ്. മണി ഷൊർണൂർ ഇസ് എ ബ്രാഹ്മിൻ, അതൊക്കെ പ്രധാനമാണ് ഇവിടെ. പുള്ളി ഇവിടെ ഉറങ്ങുന്നു. വണ്ടി ഇങ്ങനെ മൗണ്ട് റോഡിൽ 3 തവണ ഓടിക്കുന്നു. ഭരതേട്ടൻ പറഞ്ഞു ട്യൂണൊന്നും ശരിയാവുന്നില്ലല്ലോടാ, എന്താ ചെയ്യവന്മാരുടെ കല്യാണം. അപ്പോൾ ഈ പുള്ളി ബ്രാഹ്മിൻ കല്യാണത്തെക്കുറിച്ച് വല്ല ഐഡിയ പോരാ. അപ്പോൾ ഈ ഒരുമാതിരി ഇൻസ്റ്റൻ്റായിട്ട് ഉണർന്നിട്ട് പുള്ളി പറയാണ് അതെന്താ ഭരത ഒന്നുമില്ല, താഴമ്പൂ മുടിച്ചിട്ട് 18 മുഴം ചേല ഞൊറിഞ്ഞു കിട്ടും, പിന്നെ വെള്ളിക്കിട്ട് അണിഞ്ഞ് എന്ന് പറഞ്ഞാൽ അതിന് നിൽക്ക് പതുക്കെ പറയാം, അതിന്റെ കുറിച്ചോളാൻ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ കാറിൽ ഇരുന്നിട്ട് താഴമ്പൂ മുടിച്ച അത് പിന്നെ 18 മുഴ വലിയ വിശാലമായിട്ട് പറഞ്ഞ 18 മുഴ. അപ്പൊ ഞാൻ ബാക്കി മതി 18 മുഴം ചേല ഞൊറിഞ്ഞു കൊടുത്ത് പിന്നെന്താണ്, പിന്നെ ചിറ്റണിയും വെള്ളിച്ചി. അപ്പൊ ഭരതം വെറും ചുറ്റി വേണ്ട വെള്ളിച്ചിരി പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ആ പാട്ടി റൗണ്ട് അടിച്ചു വന്നു. 18 മുഴഞ്ചെലഞ്ഞൊറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ്. അടിപൊളി. എന്താണ് മൂക്കുത്തി അണിഞ്ഞ് സുജാ ചേച്ചി മകളൊരു. അപ്പൊ സാധാരണ ബ്രാഹ്മിൺ സൂര്യൻ ഞെട്ടിപ്പോയി. MDR എങ്ങനെ ഗംഭീരമായിട്ട് ആ കംപ്ലീറ്റ് സാധനം വരികയാണ്. ഇത് കൊണ്ടൊന്ന് മറ്റേ ആളിനെ ഏൽപ്പിക്കുന്നു. കാമപാഠ പുസ്തകം പുള്ളി റെഡിയായിട്ടിരിക്കുകയാണ്. പുള്ളി നോക്കുന്നു. പുള്ളി നോക്കിയിട്ട് താഴമ്പൂ. അപ്പം ഞാൻ താഴമ്പൂ മുടിച്ച്. അപ്പോൾ ഭരതേട്ടൻ കല്യാണത്തിൻ്റെ രീതിയാണെന്നൊക്കെ പറഞ്ഞു. പുള്ളി ഇൻസ്റ്റൻ്റായിട്ട് അവിടെ നിന്ന് ആലോചിച്ച് കുറേശ്ശെ ഭരതേട്ടൻ മൂളുന്നുണ്ട്. ശ്രദ്ധിച്ചത്. അങ്ങനെ ആ പാട്ടിന് റെഡിയാവുന്നു. ഇനിയും കിടക്കുന്നു പാട്ട്.
പരിവരി വണ്ടുകള് യാദവ കിടക്കുക. യയ്യ കിടക്കുകയാണ്. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു യയ്യ എന്നുള്ള പാട്ടിന്റെ സിറ്റുവേഷൻ. അപ്പോൾ പുള്ളി ഒരു ട്യൂൺ ഇങ്ങോട്ട് ചൊല്ലി കേൾപ്പിച്ചു പുള്ളി. അപ്പം ഞാൻ പറഞ്ഞു ഇനി ചൊല്ലണ്ട, തെലുങ്ക് വേണ്ട, മലയാളം മതി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ ചൊല്ലി. അപ്പം ഞാൻ പറഞ്ഞു യയ്യ വേണോ ഭരതേട്ടാ, യയ്യ എന്നുള്ളത് മലയാളത്തിൽ? പുള്ളി പറഞ്ഞു വേണം, കാരണം അവളെ ടീസ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞ പോലെ കൊഞ്ഞനം കുത്തുന്നതിനൊരു മലയാളമില്ല. യയ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം വരുത്താം, ശ്രീദേവിയുടെ ചുണ്ടിലത് വന്നോളൂ, ഞാൻ വരുത്തിക്കോളാം. അങ്ങനെയാണ് യയ്യ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് തർക്കിച്ച സാധനം. ഉണ്ണികൃഷ്ണനും കെ എസ് ചിത്രയും പാടുന്നു. ആ അതൊക്കെ ഗംഭീരമായിട്ട് അതങ്ങ് മാറുകയാണ്. മാത്രമല്ല നമ്മുടെ ഈ ചെറുപ്പക്കാര് പിള്ളേരും പാടുന്ന പുതിയ സിനിമയില്. അപ്പൊ ഈ പാട്ടുണ്ടായത് പെട്ടെന്നുണ്ടായി, ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുന്നതിന്റെ രീതി അവിടെ ഒക്കെ ഇന്റർഫിയറൻസ് ഓഫ് ദ ഡയറക്ടർ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ദ്വിഭാഷി വന്നിട്ട് പിന്നെ പുള്ളിക്ക് മലയാളം കുറേശ്ശെ പഠിച്ചു തുടങ്ങുന്നു ഭരതേട്ടൻ്റെ സഹവാസം കൊണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് പാട്ടുണ്ടായി. പുള്ളി അവിടെ പിന്നെ അവിടെ AVM ജീവിതത്തിൻ്റെ ബാത്റൂം ഒക്കെ ഉണ്ട്. അപ്പോൾ ഭരതേട്ടൻ ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഇഷ്ടമാവില്ല. നോർമലി എപ്പോഴും കയറി ഇൻസ്ട്രക്ഷൻ പറ്റില്ലല്ലോ. അപ്പോൾ പുള്ളി ഇടയ്ക്ക് ബാത്റൂമിൽ പോകും. ബാത്റൂം ഇനി ഭരതേട്ടൻ അങ്ങനെ ഒരു രോഗമില്ലല്ലോ, ബാത്റൂമിൽ പോകുന്ന ദിവസമല്ലേ. ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ പുള്ളി അവിടെ പോയി. അവിടെ പോയിട്ട് പുള്ളി ഒരു സാധാരണ രീതി പാടുകയാണ്, ഇങ്ങനെ പാടുന്നത് തുടങ്ങി പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഭരതേട്ടൻ ഇങ്ങനെ? അത് ഭാവിരാജൻ്റെ ഒരു പാട്ടാ പുള്ളി പാടി. പുള്ളി എന്നോട് പറയാ അവനതേ പിടിച്ചോളൂ, അവനതേ പിടിച്ചോളൂ. കാരണം ഇത് ബാത്റൂമിൽ നിന്നുള്ള ഈ പാട്ട് പുള്ളിയും കേൾക്കുന്നുണ്ട്, കീരവാണിയും കേൾക്കുന്നുണ്ട്. അപ്പൊ കീരവാണി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അശരീര പോലെ ഈ സാധനം വന്ന് വീഴുന്നത്. ആ യമൻ കല്യാണി കല്യാണി ദേവപാദം തേടിടും സാലഭഞ്ജിക. ഉടനെ അവിടെ ജനിച്ചു വീഴുന്നു. തളിരിട്ട കീനാക്കൾ തൻ അത് ഭരതേട്ടൻ ഇട്ടുകൊടുത്തൊരു സാധനം എന്ന് വെച്ചാൽ മോഷണമല്ല, ഒരു സാധനം ഒരു മോട്ടിവേഷൻ. അതോടെ 7ാമത്തെ പാട്ടോടെ തീർന്നു. ഇല്ലെങ്കിൽ എത്രയും പാട്ട് തീരില്ല അവിടെ. ദേവരാഗത്തിന്റെ പാട്ട് ഒറ്റ ദിവസം കൊണ്ട് തീരുകയാണ്. ശശികല ചാർത്തിയ ദീപാവലയല്ലേ, അതിനേക്കാൾ ഭീകരം അത്. ഭീകരോ എന്ന് വെച്ചാല് അതിഭീകരം. നമ്മുടെ ജീവിതത്തില് ദീപാവലി വേണ്ടെന്ന് ഞാൻ ആലോചിച്ചു. സകല ഫേസ്ബുക്കിലും ദീപാവലി വന്നൊരു ഇതാണ്, നാഷണൽ ആന്തം പോലെ. തം തന്നെ നന്നം. ആ സമയത്ത് സ്കൂളിലും കോളേജിലും ഇതിന്റെ ഡാൻസ് ചെയ്യാത്തതിന്റെ പേരിൽ 3 കുട്ടികളെ ഏതോ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആ സമയത്ത്, ശശികല ചാർത്തിയത് ഇല്ലാത്തതിന്റെ പേരിൽ. അതുണ്ടായത് അത് ഒറിജിനലി അദ്ദേഹത്തിന്റെയാണ്. ഒറിജിനലി മീൻസ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ തന്നെയാണ്. കീരവാണി അതിമനോഹരമായിട്ട് 3 മിനിറ്റ് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അത് ഭരതനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ആ തം തന്നെ തന്നെ. അതിനകത്ത് വേറൊരു തമാശ ഉണ്ടായി. അത് എനിക്ക് തോന്നുന്നു രാജാമണിയപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഈ തം തന്നെ പലരും പാടുന്നുണ്ട്. അപ്പോൾ ഭരതൻ പ്രത്യേകം ഇൻസ്ട്രക്ട് ചെയ്തു, ഇതിനകത്ത് പാടേണ്ട 2 ആർട്ടിസ്റ്റിലെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പ്ലേബാക്ക് സിംഗേഴ്സ് അല്ല, 2 കൊച്ചു പിള്ളേരാ, കുളന്തകള്. അപ്പൊ കുളന്തകൾ വന്നിട്ട് കിളവികളെ കാണുന്നില്ല. പുള്ളി പറയാ കിളവികളെ കൊണ്ടുവരുന്നു. അവർ 2 കിളവികളെ കൊണ്ടുവന്നു. ഞാൻ ഉദ്ദേശിച്ചു കാപ്പി കൊണ്ടുവരാൻ വന്നവരാണ് സ്റ്റുഡിയോയിൽ. ആക്ച്വലി അവർ വോയിസ് കൊടുക്കാൻ വന്നതാണ്. അതിനകത്ത് 2 കൊച്ചു പിള്ളേര് തള്ളിയും പാടുന്നുണ്ട്. അപ്പൊ പിന്നെ ഭരതേട്ടൻ ആ കിളവിയുടെ വോയിസ് ശരിക്കും കേൾക്കുന്നില്ല. അവിടുത്തെ സ്വീപ്പർക്ക് പാട്ടറിയില്ലല്ലോ. അവരോട് ഈ കീരവാണി കണ്ണൊക്കെ കാണിച്ച് തെലുങ്കൊക്കെ പറഞ്ഞാ പാടിക്കുന്നത്. തെലുങ്കാകുമ്പോ തെറിയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അവർ ആകപ്പെട്ട് കഷ്ടപ്പെട്ട് പാടുകയാണ്. തന്നെ കാണിച്ച് പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവര് സ്ത്രീ പാടുന്നത്. അപ്പൊ പുള്ളി പറയാം കിളവികളുടെ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന്, ആ ക്രൗഡിന്റെ എഫക്റ്റ് ഉണ്ടാക്കാൻ. അവിടേക്കാണ് ഡയറക്ടറുടെ ഒരു അല്ല അത് ഇതും കൂടെ പറയാൻ നമുക്ക് അവസരം. അതായത് ഈ കോറസ് പാടുമ്പോ ഇപ്പൊ കോറസ് ഫീൽ ചെയ്യാത്തത് എല്ലാം പാട്ട് പഠിച്ച ആൾക്കാർ ശ്രുതി നോക്കി വളരെ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പാടുന്നതുകൊണ്ട് നമുക്ക് കോറസ് ഫീൽ ചെയ്യില്ല. ഈ ദേവദൂതരെടുത്താലും ഇതിലൊക്കെ ഉള്ള കോറസുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് പല ആളുകളിൽ നിന്ന് പാടുമ്പോൾ തന്നെയാണ്. ഇത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മെലഡൈൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് പിടിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ വോയിസ് ആണ്. ഭരതൻ എന്ന ഏറ്റവും പ്രതിഭാധനായ സംവിധായകന്റെ ഓർമ്മകളിലേക്ക് ഒരുപാട് ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ച നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട
ജലജ.